Good morning, students. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്. ഓക്കെ, we can explain conduction properties of solids based on forbidden energy gap. നമുക്ക് ഈ സോളിഡ്സിന്റെ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസിനെ ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ അടിസ്ഥാനമാക്കി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോളിഡ്സിലെ എനർജി ബാൻഡിനെ പറ്റി പഠിച്ചു. അതായത് വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, അതിനിടയിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്താണെന്ന് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ അടിസ്ഥാനമാക്കി വി ക്യാൻ എക്സ്പ്ലെയിൻ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിനും ഇതാണ് വാലൻസ് ബാൻഡ്, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഇതിനിടയിലുള്ള എനർജി ഡിഫറൻസ് അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് ആണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത്. ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ്. ഇതിനിടയിലുള്ള എനർജി ഗ്യാപ്പിനെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അടിസ്ഥാനമാക്കി നമുക്ക് സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിനെയും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ അടിസ്ഥാനമാക്കി നമുക്ക് സോളിഡ്സിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോളിഡ്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻസുലേറ്റർ, രണ്ട് കണ്ടക്ടർ, തേർഡ് വൺ സെമി കണ്ടക്ടർ. അപ്പോൾ we can classify solids into three. They are insulator, conductor and semiconductor. അപ്പോൾ സോളിഡ്സിനെ നമുക്കിവിടെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇൻസുലേറ്റർ, സെക്കൻഡ് വൺ കണ്ടക്ടർ ആൻഡ് തേർഡ് വൺ ഈസ് സെമി കണ്ടക്ടർ. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇൻസുലേറ്റർ, രണ്ടാമത്തത് കണ്ടക്ടർ, മൂന്നാമത്തത് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ത്രീ. ദേ ആർ ഇൻസുലേറ്റർ, കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ. ഇനി നമുക്ക് എന്താണ് ഇൻസുലേറ്റർ, എന്താണ് കണ്ടക്ടർ, എന്താണ് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത, in insulator there is a large forbidden gap between conduction band and valence band. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനിടയിലുള്ള ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ലാർജ് ആണ്, വൈഡ് ആണ്. there is a large forbidden energy gap between valence band and conduction band. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ, ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്റ്റേണൽ ആയിട്ട് എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല, അവിടെ കണ്ടക്ഷൻ നടക്കത്തില്ല. കണ്ടക്ഷൻ നടക്കണമെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇവയ്ക്ക് ഇടയിലുള്ള എനർജി ഡിഫറൻസിന് തുല്യമായ എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. അതാണ് ആ എനർജി ഡിഫറൻസ് ആണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി വ്യത്യാസമാണ്. എത്രത്തോളം എനർജി വ്യത്യാസമുണ്ടോ അത്രത്തോളം എനർജി നമ്മൾ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കൊടുത്താൽ മാത്രമേ ആ എനർജി സ്വീകരിച്ചുകൊണ്ട് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മാത്രമേ ഇലക്ട്രോൺസിന്റെ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അങ്ങനെ എങ്കിൽ മാത്രമേ അവിടെ സോൾസിനകത്ത് കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അല്ലാതെ ഈ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ ഇരുന്നാൽ ഒരിക്കലും കണ്ടക്ഷൻ നടക്കാൻ പോകുന്നില്ല. കണ്ടക്ഷൻ നടക്കണമെങ്കിൽ ഇലക്ട്രോൺസ് ഹാവ് ടു മൂവ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ. അങ്ങനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന് തുല്യമായ എനർജി നമ്മൾ സപ്ലൈ ചെയ്തേ മതിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഇൻസുലേറ്ററിന്റെ കേസിൽ ദിസ് ബാൻഡ് ഗ്യാപ്പ് ഈസ് ലാർജ്. അതായത് the forbidden gap between conduction band and valence band is large. In the case of insulator, valence band and conduction band ഇടയിലുള്ള forbidden energy gap വളരെ വലുതാണ്, ലാർജ് ആണ്, വൈഡ് ആണ്. ഓക്കെ, അപ്പോൾ we can see only electrons in valence band. വാലൻസ് ബാൻഡിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺസിനെ കാണാൻ കഴിയൂ. There is no electrons in conduction band. From this figure, it is evident that there is no electrons in conduction band. Electrons are only in valence band. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാകുന്ന ഇൻസുലേറ്ററിന്റെ കേസിൽ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാകുന്നത് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ മാത്രമേ ഉള്ളൂ, കണ്ടക്ഷൻ ബാൻഡിൽ ഇല്ല. മാത്രമല്ല കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയ്ക്കുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടായാൽ കണ്ടക്ഷൻ നടക്കത്തില്ല. കണ്ടക്ഷൻ നടക്കണമെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യണം? കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണം. പക്ഷെ അതിവിടെ ഇമ്പോസിബിൾ ആണ്. കാരണം ദ ബാൻഡ് ഗ്യാപ്പ് ഓർ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലാർജ്. കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള ഫോർബിഡൻ ഗ്യാപ്പ് വളരെ വലുതാണ്. അത്രത്തോളം എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അത് ഇമ്പോസിബിൾ ആണ്. കാരണം അത്രത്തോളം എനർജി സപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. കണ്ടക്ഷൻ നടക്കണമെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം? കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യണം. പക്ഷെ ഇവിടെ അത് ഇമ്പോസിബിൾ ആണ്. കാരണം valence band gap is large, it is wide. അപ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കൂടുതലാണ്. അത്രത്തോളം എനർജി സപ്ലൈ ചെയ്യാൻ മാത്രമേ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇൻസുലേറ്ററിൽ അത് പോസിബിൾ അല്ല, കണ്ടക്ഷൻ പോസിബിൾ അല്ല. കാരണം ബാൻഡ് ഗ്യാപ്പ് ഈസ് ലാർജ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ് ലാർജ്. അതുകൊണ്ട് കണ്ടക്ഷൻ ഇമ്പോസിബിൾ ആണ്. നമുക്കറിയാം ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയലാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് കണ്ടക്ഷൻ നടക്കാത്ത, സാധ്യമാകാത്ത മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. മൈക്ക ഇൻസുലേറ്റർ ആണ്, പേപ്പർ ഇൻസുലേറ്റർ ആണ്. ഓക്കെ, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സ് ആണ്. വുഡ് ഇൻസുലേറ്റർ ആണ്, അതേപോലെ മൈക്ക ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻസുലേറ്ററിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇൻസുലേറ്ററിൽ കണ്ടക്ഷൻ പോസിബിൾ അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ ഇലക്ട്രോൺസ് ഓൺലി ഇൻ വാലൻസ് ബാൻഡ്. നമുക്ക് വാലൻസ് ബാൻഡിൽ മാത്രമേ ഇലക്ട്രോൺസിനെ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ വന്നാൽ മാത്രമേ കണ്ടക്ഷൻ പോസിബിൾ ആവത്തുള്ളൂ. പക്ഷെ ഇൻസുലേറ്ററിൽ ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള എനർജി ഗ്യാപ്പ്
വളരെ വലുതാണ്. അത്രത്തോളം എനർജി കൊടുത്താൽ മാത്രമേ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകത്തുള്ളൂ, കറണ്ടിനെ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ ഇൻസുലേറ്റർ ബിക്കോസ് ദിസ് ബാൻഡ് ഗ്യാപ്പ് ഈസ് ലാർജ്. ആ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ വലുതായതുകൊണ്ട് കണ്ടക്ഷൻ ഈസ് ഇമ്പോസിബിൾ ഇൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിൽ കണ്ടക്ഷൻ ഇമ്പോസിബിൾ ആണ്. കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ. ഓക്കെ, insulator will not conduct current. Okay, next is conductors. Conductors ne example എന്ന് പറയുന്നത് aluminum, copper, etc. Okay, example for conductors are aluminum and copper. ഇപ്പോൾ കറണ്ടിനെ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത മെറ്റീരിയൽ ആണെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, Conductors conduct electricity or current easily. കറണ്ടിനെ ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അലൂമിനിയം, കോപ്പർ. ഇൻസുലേറ്ററിൽ ഈ കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള ഈ എനർജി ഗ്യാപ്പ് ലാർജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാവും കണ്ടക്ടറിന്റെ കേസിൽ എനർജി ഗ്യാപ്പ് ഇല്ല. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ദർ ഇസ് നോ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഇൻസുലേറ്ററിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കണ്ടക്ഷൻ ബാൻഡിനും വാലൻസ് ബാൻഡിനും ഇടയിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിരുന്നു. പക്ഷേ കണ്ടക്ടറിൽ ആ ഗ്യാപ്പ് ഇല്ല, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും എന്ത് ചെയ്തിരിക്കുകയാണ്? ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓവർലാപ്പിംഗ് ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. കണ്ടക്ടറിന്റെ പ്രത്യേകത കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇൻസുലേറ്ററിൽ വാലൻസ് ബാൻഡിൽ മാത്രമേ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളൂ, കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് അത് കണ്ടക്ട് ചെയ്യത്തില്ല. പക്ഷേ യു ക്യാൻ സീ plenty of electrons in conduction band. ധാരാളം ഇലക്ട്രോൺസിനെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിൽ കാണാം. വാലൻസ് ബാൻഡിൽ മാത്രമല്ല ഇലക്ട്രോൺസ് ഉള്ളത്, കണ്ടക്ഷൻ ബാൻഡിലും we can see plenty of electrons. ഒരുപാട് ഇലക്ട്രോൺസിനെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലും കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടക്ടറിൽ there is no gap between valence band and conduction band. കണ്ടക്ടറിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിനിടയിൽ there is no gap. അത് രണ്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. there is no gap between valence band and conduction band. അതുകൊണ്ട് ഒരു സ്ലൈറ്റ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയൊരു പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഈസി ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും, കണ്ടക്ഷൻ പോസിബിൾ ആവുകയും ചെയ്യും. that results in electric current. ഈ ഇൻസുലേറ്ററിനെ പോലെ there is no large gap between conduction band and valence band in conductors. കണ്ടക്ടറിന്റെ കേസിൽ ഈ ഗ്യാപ്പിൽ, ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ല. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഏകദേശം ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. നമുക്ക് ഒരുപാട് ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിൽ കാണാം. ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ വന്നാൽ അർത്ഥം എന്താണ്? കണ്ടക്ഷൻ പോസിബിൾ ആണ്, കണ്ടക്ഷൻ നടക്കും. കണ്ടക്ഷൻ നടന്നാൽ ദാറ്റ് വിൽ റിസൾട്ട്സ് ഇൻ ഇലക്ട്രിക് കറന്റ്. ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എവിടേക്ക് മൂവ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് റിസൾട്ട്സ് ഇൻ ഇലക്ട്രിക് കറന്റ്. ഓക്കെ, ഇതാണ് കണ്ടക്ടറിന്റെ പ്രിൻസിപ്പിൾ. അതായത് there is no forbidden energy gap between valence band and conduction band. ഓക്കെ, ഏകദേശം അത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. നമുക്ക് വാലൻസ് ബാൻഡിൽ മാത്രമല്ല കണ്ടക്ഷൻ ബാൻഡിലും ധാരാളം ഇലക്ട്രോൺസിനെ കാണാം. അപ്പോൾ ഒരു സ്ലൈറ്റ് പൊട്ടൻഷ്യൽ കൊടുത്താൽ, അല്ലെങ്കിൽ സ്ലൈറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് റിസൾട്ട് ഇൻ ഇലക്ട്രിക് കറന്റ്. അങ്ങനെ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രിക് കറന്റ് പോസിബിൾ ആവും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഇൻസുലേറ്റർ ബിക്കോസ് forbidden energy gap between conduction band and valence band is large in insulator. ഇൻസുലേറ്ററിൽ വളരെ വലുതാണ് കണ്ടക്ഷൻ ബാൻഡും അതേപോലെ തന്നെ വാലൻസ് ബാൻഡും തമ്മിലുള്ള
forbidden energy gap. Okay.